മലപ്പുറം ജില്ലയിൽ CPM ഏറെ പ്രതീക്ഷ വെച്ച മണ്ഡലമായ പൊന്നാനിയിൽ UDFനെ കൈപിടിച്ചത് KP നൌഷാദ് അലിയുടെ എഫക്ട്. മുൻകാലങ്ങളിൽ സംസ്ഥാനത്ത് UDF തരംഗങ്ങൾ ഉണ്ടാകുമ്പോഴും പൊന്നാനി CPMനെ കൈവിട്ടിരുന്നില്ല. ത്രിതല തെരഞ്ഞെടുപ്പിൽ മലപ്പുറം UDF തൂത്തുവാരുമ്പോഴും 3-2 ഭൂരിപക്ഷത്തോടെ പൊന്നാനി നഗരസഭ LDF നിലനിർത്തിയത് വലിയ ആത്മവിശ്വാസമാണ് LDFന് നൽകിയത്. 4200-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റിയിൽ LDFനുണ്ടായിരുന്നു. നിയമസഭയിൽ UDF മികച്ച വിജയം നേടുമ്പോൾ KP നൌഷാദ് അലി ഇഫക്ട് UDF വിജയത്തെ കാര്യമായി സ്വാധീനിച്ചു. 2.5 വർഷം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാണ് നൌഷാദ് അലി നേട്ടമുണ്ടാക്കിയത്. ശബരിമല അയ്യപ്പ ഭക്തർക്കായി KP നൌഷാദ് അലിയുടെ നേതൃത്വത്തിൽ 2 തവണ നടന്ന അയ്യപ്പ ഭക്ത ഇടത്താവളം വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കി. വലിയ തോതിൽ ഹിന്ദു വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇതുവഴി KP നൌഷാദ് അലിക്ക് സാധിച്ചു. റമദാൻ റിലീഫ്, വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തി തീരമേഖലയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ നൌഷാദ് അലിക്കായി. തീരദേശ മുസ്ലിങ്ങൾക്ക് പൊതുമുസ്ലിം സംവരണത്തിനകത്തുനിന്ന് ഉപസംവരണം അനുവദിക്കണമെന്ന KP നൌഷാദ് അലിയുടെ ആവശ്യം തീരദേശത്ത് വിദ്യാസമ്പന്നരായ പുതിയ തലമുറ ആവേശത്തോടെ ഏറ്റെടുത്തു. കടൽഭിത്തി, ഫിഷറീസ് കോളേജ്, ഓലപ്പുര രഹിത തീരദേശം, വനിതാ ശാക്തീകരണം തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉയർത്തിയത് തീരദേശത്ത് അനുകൂല പ്രതികരണമുണ്ടാക്കി. പൊന്നാനിയുടെ സമഗ്ര സ്പോർട്സ് വികസനത്തിന് പൊന്നാനി യുണൈറ്റഡ് സ്പോർട്സ് അക്കാദമി KP നൌഷാദ് അലിയുടെ മാർഗനിർദ്ദേശത്തിൽ രൂപീകരിച്ചു. പൊന്നാനിയിലെ 32 ക്ലബ്ബുകളെ ഏകോപിപ്പിച്ചായിരുന്നു സംഘാടനം. പൊന്നാനി ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തിയും KP നൌഷാദ് അലി പൊന്നാനിയിൽ ചുവടുറപ്പിച്ചു. CPM മുൻതൂക്കമുള്ള പൊന്നാനിയിൽ കോൺഗ്രസിന്റെ കടുത്ത ഗ്രൂപ്പുകളെയും ഗ്രൂപ്പ് മാനേജർമാരെയും അവഗണിച്ചു. സാധാരണ പ്രവർത്തകരെയും പൊതുജനത്തെയും ചേർത്ത് പിടിച്ചാണ് KP നൌഷാദ് അലി നീങ്ങിയത്. ഗ്രൂപ്പുകളെയും ഗ്രൂപ്പ് നേതാക്കളെയും പ്രവർത്തകരെയും അണിനിരത്തി നേരിടുകയും ചെയ്തതോടെ അട്ടിമറി വിജയം KP നൌഷാദ് അലി സാധ്യമാക്കി. കേരളത്തിലൊരു സാംസ്കാരിക തലസ്ഥാനമാവേണ്ട ഒരു സ്ഥലമാണ് പൊന്നാനി. അത് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കൊരു പഴയ കാക്കാജിയുടെ സിനിമയിൽ, ദാഗ് എന്ന സിനിമയിൽ ഒരു ഡയലോഗ് പറയാനുണ്ട്. ഇസ്സത്തെയും ഷൗറത്തെയും ഉൽഫത്തെയും ചാഹത്തെയും सब कुछ इस दुनिया में रहता नहीं. आज मैं हूँ यहाँ, कल कोई और था, वो भी एक दौर था, ये भी एक दौर है എന്ന് കാക്കാജി, ഇന്ത്യൻ സിൽവർ സ്ക്രീനിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ് കാക്കാജി. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ജനാധിപത്യ മാതൃക ഇവിടെ ഉയർത്തിപ്പിടിക്കുമെന്ന വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ഇവിടുത്തെ എല്ലാ മനുഷ്യരെയും, എല്ലാ പൊന്നാനിക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയ സങ്കുചിതത്വങ്ങൾക്ക് അതീതമായ ഒരു നെഹ്റുവിയൻ ജനാധിപത്യ മാതൃക ഈ പൊന്നാനിയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. ഞാൻ 2 വർഷം ആയിട്ട് തുടർച്ചയായിട്ട് ഞാനിവിടെ അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഇടത്താവളം നടത്തുന്നുണ്ട്. അത് കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലാണ് ഇത്തവണ നടത്തിയത്. പാണക്കാട് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ അടക്കമുള്ള വിവിധ വേദപണ്ഡിതരടക്കമുള്ള വലിയൊരു ജനസഞ്ചയം ആ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ തീരദേശത്ത് പലതരത്തിലുള്ള പരിപാടികൾ നടത്തുകയും അവരുടെ ഒരു ആ ജോലി, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം, ഇതൊക്കെയായി ബന്ധപ്പെട്ട ഗൗരവകരമായ ചില നയപരമായ വിഷയങ്ങളടക്കം ഞാൻ തീരദേശത്ത് ഉയർത്തിയിരുന്നു. അതിൻ്റെ വലിയൊരു ഗുണഫലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ലേക്ക് ഷോർ ആശുപത്രിയുടെ ഒരു സ്ത്രീജന്യ രോഗങ്ങൾ, ഒവേറിയൻ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, യൂട്രസ് റിമൂവൽ, ഇങ്ങനെയുള്ളൊരു സർജിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തി 105 ആളുകളെ നമ്മൾ ശസ്ത്രക്രിയക്ക് സൗജന്യമായി തിരഞ്ഞെടുത്തു. 31 പേരുള്ളത് പൂർത്തിയായി. അത്തരത്തിലുള്ള പരിപാടികൾ, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, സ്പോർട്സ് അക്കാദമി രൂപീകരണം, അങ്ങനെ നിരവധിയായ പദ്ധതികൾ നമ്മൾ 2.5 വർഷം കൊണ്ട് പൊന്നാനിയിൽ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലമായിട്ട് തീരദേശ വോട്ടുകൾ കിട്ടുന്നു, ഈ അങ്ങാടി വോട്ടുകൾ കിട്ടുന്നു, എഴുപത്തുരുത്തിയിലെ വോട്ടുകൾ കിട്ടുന്നു, മറ്റ് പഞ്ചായത്തുകളിലൊക്കെയുള്ള സാംസ്കാരിക സാമൂഹ്യ രംഗത്തേക്കുള്ള നിഷ്പക്ഷ പൊതുബോധത്തിൻ്റെ വോട്ട് കിട്ടുന്നു. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയമാണ്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ.
35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.